ലോക വെയ്റ്റ് ലിഫ്റ്റിംഗ് ചാമ്പ്യൻഷിപ്പിൽ വെള്ളി മെഡൽ സ്വന്തമാക്കി ഇന്ത്യൻ താരം മീരാഭായ് ചാനു 48 കിലോ വിഭാഗത്തിലാണ് താരം പോഡിയത്തിലെത്തിയത്. മീരാഭായ് ചാനുവിന്റെ കരിയറിലെ 3ാം ചാമ്പ്യൻഷിപ്പ് മെഡൽ നേട്ടം. വനിതാ ലോകകപ്പിൽ പാകിസ്ഥാനെ 7 വിക്കറ്റിന് തകർത്ത ബംഗ്ലാദേശ് 130 റൺസ് വിജയലക്ഷ്യം ബംഗ്ലാദേശ് 32ാം ഓവറിൽ മറികടന്നു. ബംഗ്ലാദേശിനായി അരങ്ങേറ്റ മത്സരത്തിൽ അർദ്ധ സെഞ്ചുറി നേടി റുബിയ ഹൈദർ 2 വിക്കറ്റ് വീഴ്ത്തിയ മറൂഫ് അക്തറാണ് കളിയിലെ താരം. ടൂർണമെന്റിൽ ഇന്ന് ഇംഗ്ലണ്ട് വനിതകൾ ദക്ഷിണാഫ്രിക്കയെ നേരിടും. മത്സരം ഉച്ചയ്ക്ക് 3-ന്. സൂപ്പർ ലീഗ് കേരള 2ാം സീസണ് ആവേശോജ്ജല തുടക്കം. ഉദ്ഘാടന മത്സരത്തിൽ മിന്നും ജെയിംസ് സ്വന്തമാക്കി നിലവിലെ ചാമ്പ്യന്മാരായ കാലിക്കറ്റ് FC. ഫോഴ്സ കൊച്ചിക്കെതിരെ 1-2 ഗോളുകൾക്കാണ് കാലിക്കറ്റിന്റെ ജയം. ഇഞ്ചുറി ടൈമിൽ ഗോൾ നേടിയ അരുൺകുമാറാണ് കാലിക്കറ്റിന്റെ വിജയശില്പി. ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് വമ്പന്മാരായ ലിവർപൂളിന് തിരിച്ചടി. പരിക്കേറ്റ ഗോൾ കീപ്പർ ആലിസൺ ബേക്കർ പുറത്ത്. താരത്തിന് 6 ആഴ്ച വിശ്രമം വേണ്ടിവരുമെന്ന് റിപ്പോർട്ട്. ചെൽസി മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ടീമുകൾക്കെതിരായ മത്സരം ആലിസണിന് നഷ്ടമാകും. ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ വമ്പന്മാർ നാളെ ഇറങ്ങും. സൂപ്പർ പോരാട്ടത്തിൽ ലിവർപൂൾ ചെൽസിയെ നേരിടും. മാഞ്ചസ്റ്റർ യുണൈറ്റഡ്, ആഴ്സണൽ, ടോട്ടനം ടീമുകളും നാളെ കളത്തിൽ. അണ്ടർ-20 ഫിഫ ലോകകപ്പിനുള്ള വേദികൾ പ്രഖ്യാപിച്ചു. അസർബൈജാനും ഉസ്ബെക്കിസ്ഥാനും ലോകകപ്പിന് ആതിഥേയത്വം വഹിക്കും. ഫിഫ പ്രസിഡന്റാണ് വേദികൾ പ്രഖ്യാപിച്ചത്. ലോകകപ്പ് യോഗ്യതാ മത്സരത്തിനൊരുങ്ങി ഫുട്ബോൾ ഇതിഹാസം സിദാന്റെ മകൻ ലൂക്ക സിദാൻ. 27-കാരനായ ഗോൾ കീപ്പർ അൾജീരിയയ്ക്കായി കളത്തിലിറങ്ങും. ഇതാദ്യമായാണ് ലൂക്കയ്ക്ക് അൾജീരിയ ദേശീയ ടീമിലേക്ക് വിളിയെത്തുന്നത്.